ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ എന്ന് വെച്ചാൽ ഒരു കൂർക്ക കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ചോദിച്ചൊരു കൂർക്ക കൃഷി രീതി ഒന്ന് കാണിച്ചു തരും ചോദിച്ചവൻ ഞാൻ ചെയ്യുന്ന കൃഷി രീതി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിലെന്തെല്ലാം വെച്ചാൽ ചകിരിച്ചോറിൻ്റെ മുമ്പത്തെ പഴയ വളവും ചകിരിച്ചോറും കൂടിയുള്ള ബാഗിൻ്റെ അകത്ത് അതും പിന്നെ കുറച്ച് ചകിരിച്ചോറ് പുതിയ അരിച്ചോറ് കുറച്ച് അടക്കപ്പൊടി കുറച്ച് പിന്നെ അടക്കാത്തോട് കുറച്ച് വേപ്പ് പിണ്ണാക്ക് കുറച്ച് ജൈവവളം കുറച്ച് കുമ്മായം ഇതെല്ലാം അതെല്ലാം കൂടി കൂട്ടി ഇളക്കി അതിൽ വാരിയിട്ടിട്ട് പിന്നെ ഇത് ഒരു 3 വിത്ത് വെച്ചിട്ടാണ് നടുന്നത്. അത് എല്ലാം കൂടി അതിൽ വാരിയിട്ട് മൂന്ന് വിത്ത് വെച്ചിട്ടാണ് നടുക. പിന്നെ അത് അങ്ങ് നട്ട് കഴിഞ്ഞാൽ നട്ടിട്ടാകുമ്പോൾ പിന്നെ നട്ട് വാരി അവിടെ നടുകയും ചെയ്യേണ്ടത്. ഇതിപ്പോൾ പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ എല്ലാവരും ഇത് എല്ലാം ഓരോന്നോരോന്നായിട്ട് വാരിയിടുക. ജൈവവളം അടിയിലാണ് പിന്നെ അടക്കാത്ത കൂടിൻ്റെ അത് വാരിയിടേണ്ടത്. അതിൻ്റെ മേലെ അടക്കപ്പൊടി വാരിയിടുക, അതിൻ്റെ മേലെ കുറച്ച് വേപ്പും പിണ്ണാക്ക് വാരിയിടുക, അതിൻ്റെ മേലെ കുറച്ച് ചകിരിച്ചോറ്, അങ്ങനെ ഇടയ്ക്കിടെ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് നടന്നത്. ഇതിൻ്റെ ഈ ഷോർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ പിന്നെ അപ്പുറം ഇടുന്നുണ്ട്. അത് നിങ്ങൾ വൃത്തിയായി നോക്കിക്കണ്ടോ. ഇതിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഒരു ഇത് ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു വിടുന്നതാണ്. ഇതിൻ്റെ എൻ്റെ കൃഷി രീതി ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട്. അത് കയറി കണ്ടോളൂ. എൻ്റെ ചാനലിൽ കയറി കണ്ടാൽ മതി. പിന്നെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പിന്നെ ഇന്നിപ്പോൾ ഇത് തൽക്കാലം ഇതിങ്ങനെ കാണിച്ചു തന്നു. ഇതൊന്ന് നടുന്ന രീതിയാണിത്. ഇനിയിപ്പോൾ എല്ലാവരോടും എൻ്റെ ചാനൽ എല്ലാവരും കാണണം. എനിക്ക് നിങ്ങളെല്ലാവരും സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാവരും പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലൈക്കും കമൻറ്റെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വ്യൂസും വേണം. പിന്നെ എല്ലാവരും കാണാഞ്ഞാൽ എനിക്ക് ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വല്ലാതെ വിഷമം തോന്നി. ഇപ്പം വ്യൂസെല്ലാം വളരെ കുറവാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇത്രേ പറയാൻ കഴിയൂ. ഇനി പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും അപ്പുറം ഇപ്പുറമുള്ളവരും ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. ഞാനതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയെന്ന്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഇനി നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയ ആശംസകൾ.